വെള്ളിയാഴ്ച മാത്രം നൽകപ്പെടുന്ന ഒരു മെഗാ സെയിൽ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഒരു വലിയ ഓഫർ അത് ലഭിക്കുന്നുണ്ട്. വെള്ളിയാഴ്ച മാത്രമാണ് അത്രയും പ്രതിഫലം റഹ്മാനായ റബ്ബ് നമ്മളെ പഠിപ്പിച്ചത്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മൻ ഗസ്സല യൗമൽ ജുമുഅ വഗ്തസല, ആരെങ്കിലും നന്നായി ഒന്ന് കുളിച്ചു, വെള്ളിയാഴ്ച ദിവസം ഒരു സുന്നത്താക്കപ്പെട്ട കുളി ഏറ്റവും മനോഹരമായി കൂടി ജനാബത്തുകാരൻ കുളിക്കുന്നത് പോലെ തന്നെ കുളിച്ചു, എന്നിട്ട് അവൻ വീട്ടിൽ വെച്ച് ഒളുവെടുത്തു, അവൻ നേരത്തെ എത്തി. ഏതാ നേരത്തെ? ഖുതുബ തുടങ്ങുന്നതിന് മുൻപ് തന്നെ, ഇമാം മിമ്പർമേൽ കയറുന്നതിന് മുൻപ് തന്നെ നമ്മൾ അവിടെ എത്തി എന്ന് കരുതുക. അവൻ വാഹനത്തിലല്ല വന്നത്, നടന്നിട്ടാണ്. ഇനി വാഹനത്തിലാണെങ്കിൽ പോലും നടന്ന ഒരു ഭാഗം ഉണ്ടാകുമല്ലോ, വീട്ടിൽ നിന്നും വാഹനത്തിലേക്ക് വാഹനം നിർത്തിയിട്ടും പള്ളിയിലേക്ക് വരുന്ന ചെറിയൊരു ഗ്യാപ്പുകൾ ഉണ്ടാകും. നടന്നത് വലം യർക്കം വദനാമിനൽ ഇമാം, അവൻ ഇമാമിലേക്ക് പരമാവധി അടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സൊഫ് കിട്ടാൻ അവൻ പരമാവധി അടുത്തടുത്തടുത്ത് ഉള്ള സ്റ്റെപ്പിൽ അവൻ ഇരുന്നു. എന്നിട്ട് ഖുതുബ അവൻ ശ്രദ്ധിച്ചു കേട്ടു. വലം യൽ, അവന്റെ ചിന്തയെ മാറ്റുന്ന ഒന്നിലും അവൻ ഏർപ്പെട്ടിട്ടില്ല എങ്കിലോ, വീട്ടിൽ നിന്നും നന്നായി കുളിച്ച് വുളുവെടുത്ത് നേരത്തെ വന്ന് പരമാവധി ഒന്നാമത്തെ സൊഫുകളിലേക്ക് അവൻ കയറിയിരുന്ന് ഖുതുബ ശരിക്ക് ശ്രദ്ധിച്ച് മറ്റൊരു ഖുതുബയുടെ ശ്രദ്ധ തിരിഞ്ഞു പോകുന്ന ഒന്നിലേക്കും അവൻ ശ്രദ്ധ പതിപ്പിക്കാതെ ശ്രദ്ധ കേട്ടിട്ടുണ്ടെങ്കിൽ കാന ലഹു ബികുല്ലി ഖത്വത്തിൻ അമലു സനതി അജ്രി സിയാമിഹ വ ഖിയാമിഹ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ആ മനുഷ്യനിക്ക് ഒരു വർഷത്തെ മുഴുവൻ നന്മകളും ഒരൊറ്റ കാല് വെച്ചതിന് പടച്ചറബ് കൊടുക്കുന്ന, ഒരു വർഷത്തെ നോമ്പിന്റെയും ഒരു വർഷത്തെ നമസ്കാരത്തിന്റെയും കൂലി ഓരോ കാലുകൾക്കും കൊടുക്കുമെന്നാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിക്കും നിങ്ങൾ. ഒന്നും വേണ്ട, നമ്മളിപ്പോ ആ പാർക്കിംഗ് ഏരിയ നിങ്ങൾ നടത്തുന്ന ആലോചിക്കും. ഒരു 50 സ്റ്റെപ്പിൽ നമ്മൾ എടുത്തിട്ടുണ്ടാവും, ഒരു 10-30 സ്റ്റെപ്പിൽ നടത്തിയിട്ടുണ്ടാവും. കുറച്ച് ദൂരത്താണെന്നുണ്ടെങ്കിൽ ഒരു 30 കൊല്ലം കിട്ടിയില്ലേ? അത് എന്തുകൊണ്ടാ കിട്ടുക? ഈ നടത്തം കൊണ്ടാ കിട്ടുക. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റഹ്മാനായ റബ്ബ് നമുക്ക് നൽകുന്ന ഓഫറുകളെ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ വലിയ നഷ്ടമായിരിക്കും.